ആഗ്രയിലെ യമുനാ നദിയുടെ തീരത്ത് ലോകത്തെ ഏറ്റവും അത്ഭുതകരമായ സ്മാരകങ്ങളിൽ ഒന്ന് ഉയർന്നു നിൽക്കുന്നു, താജ് മഹൽ. ഇത് വെറും മാർബിളിൽ പണിതൊരു കെട്ടിടമല്ല, മറിച്ച് അനന്തമായ സ്നേഹത്തിന്റെ, വേദനയുടെ, കലാസൗന്ദര്യത്തിന്റെ പ്രതീകമാണ്. ഈ കഥ ആരംഭിക്കുന്നത് മുഗൾ ചക്രവർത്തിയായ ഷാജഹാനും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ മുംതാസ് മഹലും കൂടിയാണ്. അവർ അദ്ദേഹത്തിന് വെറും ഭാര്യ മാത്രമല്ല, വിശ്വസ്ത കൂട്ടാളിയും, അദ്ദേഹത്തിന്റെ അടുപ്പമുള്ള ഉപദേശകയും, അദ്ദേഹത്തിന് അവരെ ഏറ്റവും വലിയ സ്നേഹവുമായിരുന്നു. 1631-ൽ അവരുടെ 14ാമത്തെ കുഞ്ഞിന് ജന്മം നൽകുന്നതിനിടെ മുംതാസ് മഹൽ മരണമടഞ്ഞു. അതോടെ ഷാജഹാന്റെ ഹൃദയം തകർന്നുപോയി. ആ ദുഃഖം അദ്ദേഹത്തിന് ഒരു സ്വപ്നമായി മാറി. തന്റെ ഭാര്യയ്ക്കായി ലോകം ഒരിക്കലും മറക്കാത്തൊരു സ്മാരകം പണിയണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ഇന്ത്യയിലെയും വിദേശത്തെയും ഏറ്റവും മികച്ച ശില്പികളെയും, കരകൗശല വിദഗ്ധരെയും, കലാകാരന്മാരെയും വിളിച്ചു ചേർത്തു. പെർഷ്യൻ ശില്പികൾ, തുർക്കി കലിഗ്രാഫർമാർ, ഇന്ത്യൻ ശില്പികൾ എല്ലാവരും ഒരുമിച്ചെത്തി. താജ്മഹൽ പൂർണ്ണമാകാൻ 22 വർഷമെടുത്തു. ഏകദേശം 20,000 തൊഴിലാളികൾ ഇതിനു വേണ്ടിവന്നു. രാജസ്ഥാനിലെ മഗ്രാനയിൽ നിന്ന് വെണ്ണക്കൽ മാർബിൾ കൊണ്ടുവന്നു. വിലപ്പെട്ട രത്നങ്ങൾ പെർഷ്യ, ടിബറ്റ്, ശ്രീലങ്ക മുതലായിടങ്ങളിൽ നിന്ന് കൊണ്ടുവന്നു. ആയിരക്കണക്കിന് ആനകൾ മാർബിൾ കല്ലുകൾ വലിച്ചു കൊണ്ടുവന്നു. വിദഗ്ധ കലാകാരന്മാർ പൂക്കളുടെയും ഖുറാൻ വാക്യങ്ങളുടെയും കൊത്തുപണികൾ മിന്നിമറയുന്ന രീതിയിൽ പണിത് തീർത്തു. താജ്മഹലിലെ ഓരോ ഭാഗവും സൂക്ഷ്മമായി ആലോചിച്ച് നിർമ്മിച്ചതാണ്. 240 അടി ഉയരമുള്ള വലിയ താഴികക്കുടങ്ങളും, ഭൂകമ്പത്തിൽ വീണാൽ വലിയ താഴികക്കുടങ്ങൾക്ക് കേടുപറ്റാതെ കാക്കാൻ വേണ്ടി അല്പം പുറത്തേക്ക് ചായച്ചു നിർത്തിയ 4 മിനാരങ്ങളും പണിതു. മുഴുവൻ സ്മാരകവും പൂർണ്ണമായും സമമിതിയാണ്. മുഗൾ കാലഘട്ടത്തിലെ കെട്ടിടകലയുടെ മികവ് തെളിയിക്കുന്ന ഒന്നായി താജ്മഹൽ കണക്കാക്കുന്നു. പക്ഷേ വിധി ക്രൂരമായി മാറി. പിന്നീട് ഷാജഹാനെ തന്റെ മകൻ ഔറംഗസേബ് അധികാരത്തിൽ നിന്ന് മാറ്റി ആഗ്ര കോട്ടയിൽ തടവിലാക്കി. അവിടെയുള്ള ഒരു ജാലകത്തിലൂടെ തന്റെ പ്രിയപ്പെട്ട മുംതാസിന്റെ ശവകുടീരമായ താജ്മഹലിനെയായിരുന്നു അദ്ദേഹം അവസാന നാളുകൾ വരെ നോക്കിക്കൊണ്ടിരുന്നത്. ഒടുവിൽ അദ്ദേഹം മരിച്ചപ്പോൾ അവരെ ശാശ്വതമായി ഒന്നിച്ചു ചേർത്തുകൊണ്ട് മുംതാസിന്റെ അരികിൽ അടക്കം ചെയ്തു. ഇന്ന് താജ്മഹൽ ഒരു ശവകുടീരത്തിനും അപ്പുറം അത് ശാശ്വത സ്നേഹത്തിന്റെ പ്രതീകമാണ്. കൂടാതെ യുനെസ്കോ ലോക പൈതൃക സ്ഥലവും ലോകത്തിലെ പുതിയ 7 അത്ഭുതങ്ങളിൽ ഒന്നും കൂടിയാണ്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും സ്നേഹത്തിന്റെയും നഷ്ടത്തിന്റെയും പൈതൃകത്തിന്റെയും കഥ പറയുന്ന അദ്ഭുത സൃഷ്ടിയാണ് താജ്മഹൽ.